ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു മോർണിംഗ് വ്ലോഗാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു ഒരു ലോങ് വീഡിയോ ഇടണമെന്ന്. പക്ഷേ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്നിട്ട് ലാസ്റ്റ് ഞാനൊരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു മോർണിംഗ് വ്ലോഗ് അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന്. അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങിയത് കൊണ്ട് രാവിലത്തെ സീരീസ് എല്ലാം ഒരുപോലെ ആയിരിക്കും. മൺഡേ ടു ഫ്രൈഡേ സെയിം സീരീസ് ആയിരിക്കും. ഒരേ രീതിയിലായിരിക്കും. രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നു, ഒരുക്കുന്നു, വിടുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ സാറ്റർഡേ സൺഡേ അത് നമുക്ക് ഓഫാണ്. അന്ന് നമ്മൾ സുഖിക്കുന്ന ദിവസമായിരിക്കും. അന്ന് നമ്മൾ നല്ലതായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ സാധാരണ ഞാൻ ഒരു 5:45 ആകുമ്പോഴത്തേക്ക് ഉണർന്ന് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കിച്ചണിൽ കയറും. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് അത്ര ലേറ്റ് ആയുള്ളൂ. അപ്പോൾ വലിയ പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് രാവിലെ നമുക്കിന്ന് അപ്പവും ചമ്മന്തിയാണ്. അങ്ങനെ അപ്പവും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. ഈ പൊടി ചമ്മന്തി ഇല്ലേ, അതുണ്ടാക്കിയത്. പിന്നെ നമുക്ക് അപ്പത്തിനുള്ള മാവ് നമുക്ക് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം ഉപ്പൊക്കെ ഇട്ട് വെച്ചു. ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചട്ടിയിൽ ഇതെല്ലാം വെച്ചിട്ട് ഈ തേങ്ങയും മുളക് പൊടിയും അതും കൂടെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കത്തേ ഉള്ളൂ. അത് പിന്നെ നമ്മളൊന്ന് എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അങ്ങനെ എടുക്കും. അത്രേ ഉള്ളൂ. സിമ്പിൾ സാധനമാണ്. ഐഷുമിയും കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ അവൾ കഴിക്കുന്നത് നോക്കിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് മാത്രമേ സ്നാക്സിന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. വേറെ സ്നാക്സും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ മാംഗോ ആണ് കൊണ്ടുവന്നത്. അപ്പം ഞാനൊരു 6:45 ആകുമ്പോഴത്തേക്ക് ഐഷുമി ഇങ്ങനെ പൊക്കിയിട്ട് ഇവിടെ സോഫയിൽ കൊണ്ടുവന്നിരുത്തും. അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ഉറക്കം അങ്ങ് തെളിഞ്ഞു വരും. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ അവളെ പോയി പൊക്കി പല്ലൊക്കെ തേപ്പിച്ച് അതൊക്കെ ഒരു ചടങ്ങാണ്. അങ്ങനെ രാവിലെ ഞാൻ ഈ അപ്പമൊക്കെ ചുട്ട് വെച്ച് ആ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഐഷുമിയായിട്ടുള്ള യുദ്ധത്തിന് പോകുന്നത്. ഇനി ഈ ഐഷുമിയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഐഷുമി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ട് പിന്നെയും പോയി കട്ടിലേ പോയി കിടന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, സമ്മർ ക്യാമ്പൊക്കെ കാർണിവലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കിട്ടി. ഞാൻ പറഞ്ഞു ഇന്നും ഐസ്ക്രീമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ സുഖിപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ചിട്ട് ഇങ്ങനെ ഇരുത്തേക്കാണ്. പിന്നെ കുളിക്കാൻ പോകുന്നൊരു യുദ്ധമാണ്. അപ്പം എന്നും രാവിലെ തല നനയ്ക്കത്തില്ല, വന്നിട്ടാണ് തല നനയ്ക്കുന്നത്. അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തു, മുടിയൊക്കെ കെട്ടി എല്ലാം സെറ്റ് ചെയ്ത് ഞാനായിരിക്കും ഓടുന്നത്. ഇവളെ ഈ ഒരു മൂലയ്ക്ക് അവിടെ ഇരിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ TV ഇട്ട് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് TV-യിലാണ് കണ്ണ് മൊത്തം. ഞാനിത് കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ ട്രിപ്ലറ്റ്സും ട്വിൻസും ഈ കുഞ്ഞു കുഞ്ഞു പിള്ളേരുള്ള അമ്മമാരൊക്കെ ഇല്ലേ, അവർ ഈ രാവിലെ ഇവർ ഈ 3 പേരെയും കൂടെ ഒക്കെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അവരെയൊക്കെ നമുക്കിങ്ങനെ പൂവിട്ട് പൂജിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇവളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിലും പോകും. അപ്പം ഞാൻ റെഡി ആയിട്ട് പോയിട്ട് ഐഷുമിയെ സ്കൂളിലോട്ട് വിടും. ഇവിടുന്ന് ഒരു 300 മീറ്റർ അത്രേ ഉള്ളൂ. 300 ഇല്ല, 200 മീറ്റർ അത്രേ ഉള്ളൂ സ്കൂളിലേക്ക്. പിന്നെ ഐഷുവിൻ്റെ ഫ്രണ്ട് ജാനി ഉണ്ടായിരുന്നു, ജാനിയുടെ അമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ അവരെ കൊണ്ടാക്കിയിട്ട് ഞാനിങ്ങ് ജിമ്മിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജിമ്മിൽ കയറി കുറച്ച് നേരം വർക്കൗട്ട് ചെയ്ത് കുറച്ച് ബ്രേക്കിന് ശേഷമാണ് പോകുന്നത്. അതുകൊണ്ട് വർക്കൗട്ട് കുറച്ച് നേരേ ചെയ്തുള്ളൂ. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നേരെ പോകേണ്ടതിന് ആകെ 200 മീറ്റർ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട്. അതിന് ഞാൻ വളഞ്ഞ വഴി പിടിച്ച് 1 കിലോമീറ്ററൊക്കെ ഒറ്റയ്ക്ക് നടന്നു. കുഴഞ്ഞ് തളർന്ന് ഞാൻ പിന്നെ തിരിച്ച് വന്നിട്ട് ഒരു 2 മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് അതും കഴിച്ചു. ഇന്നലെ ഐഷുമി ഇവിടെ ഡ്രസ്സിങ് ടേബിൾ ഒതുക്കി വന്നിട്ട് അവളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ വെച്ചേക്കാണ് അവളുടെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അപ്പവും പിന്നെ കുറച്ച് ഗ്രീൻ പീസ് കറി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ ചൂടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാധാരണ വീട്ടിലെ പോലെ ചോറും കറികളും അതെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് വലിയ പണികളൊന്നും ഉച്ചയ്ക്കില്ലായിരുന്നു. പിന്നെ ഇത് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഒലർത്തോ റോസ്റ്റോ അങ്ങനെ എന്തൊക്കെയോ പറയാം. ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള റെസിപ്പിയിൽ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ തുണിയൊക്കെ എടുത്തിട്ട് പിന്നെ വാഷിംഗ് മെഷീനകത്ത് ഞാൻ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഡ്രെയിൻ ചെയ്തിട്ട് അവിടെ ഇട്ടിരുന്ന് മറന്നുപോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നുപോയി ഈ സാധനം ആയതുകൊണ്ട്. മറ്റേതാകുമ്പോൾ നമുക്ക് കഴുകി മൊത്തത്തിൽ ഇങ്ങനെ തീർന്നു വരുമല്ലേ. ഈ സെമി ആയതുകൊണ്ട് ഇങ്ങനെ മാറ്റിയിടണം എന്നൊക്കെ പറഞ്ഞ് എനിക്കങ്ങ് മടിയാണ് ഇതിനകത്ത് കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ ക്ലീനിങ്ങും കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് 12 മണിയായി. 12 മണിയാകുമ്പോഴത്തേക്ക് സ്കൂൾ കഴിഞ്ഞ്. അങ്ങനെ ഐഷുമിയെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയി. അവൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കളിച്ച് അങ്ങ് നിൽക്കും. അങ്ങനെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് അടുത്ത് തന്നെയുള്ളൊരു വെജിറ്റബിൾ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് ഞാനും ഐഷുമിയും കൂടെ ഒരു 12:45 തിരിച്ച് വന്നപ്പോഴത്തേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.